വോട്ടെടുപ്പ് കഴിഞ്ഞു. ഫലം കാത്തിരിക്കുകയാണ് കേരളത്തിലെ വോട്ടർമാർ. ആര് ജയിക്കും എന്നത് ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ അവകാശവാദങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ UDFിൽ മറ്റൊരു സ്ഥിതിയാണ്. ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികൾ അവർ മാധ്യമങ്ങളോട് പരസ്യമായി പറയുന്നു, മണ്ഡലത്തിൽ വോട്ട് കുറയും, മണ്ഡലത്തിൽ വേണ്ടത്ര പ്രവർത്തനമുണ്ടായിട്ടില്ല, സംഘടനാ ദൗർബല്യമുണ്ടായി എന്ന്. ഓരോ സ്ഥാനാർത്ഥികളും ഇത് തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യം പറഞ്ഞത് കെ മുരളീധരനാണ് തൃശ്ശൂരിൽ, DCC പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ കാലുവാരി എന്ന്. TM പ്രതാപൻ സിറ്റിംഗ് MP, അദ്ദേഹത്തിനെതിരെയും ആരോപണം ഉന്നയിച്ചു കെ മുരളീധരൻ KPCCയുടെ അവലോകന യോഗത്തിൽ. അതിനുശേഷം രംഗത്ത് വന്നത് MK രാഘവനാണ്, കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി, കോൺഗ്രസ് നേതാവ്. അദ്ദേഹവും പറഞ്ഞു, എനിക്കെതിരെയും മണ്ഡലത്തിൽ നീക്കങ്ങൾ നടന്നിരുന്നു, കോൺഗ്രസ് ലഭിക്കേണ്ട വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പരസ്യമായി പറഞ്ഞത് MK രാഘവൻ തന്നെയാണ്. ആ മണ്ഡലത്തിൽ ഒരു കോൺഗ്രസ് നേതാവിന് എതിരെ നടപടി പോലും എടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞാണ് കാസർഗോഡ് നിന്ന് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ശബ്ദം ഉയർന്നു കേട്ടത്. ബാലകൃഷ്ണൻ പെരിയ എന്ന് പറയുന്ന KPCC സെക്രട്ടറി തന്നെ എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഇപ്പോഴിതാ ആറ്റിങ്ങലിൽ നിന്ന് അടൂർ പ്രകാശും ഇതേ ആരോപണവുമായി രംഗത്ത് വരുന്നു. അദ്ദേഹം കുറച്ചുകൂടി വിശാലമായി കാര്യങ്ങൾ കാണുന്നുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ മണ്ഡലങ്ങളിലും സംഘടനാപരമായ ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു. അത് പരിഹരിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല. അത് എൻ്റെ മണ്ഡലത്തിലും എന്ന് വെച്ചാൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലും ബാധിച്ചിട്ടുണ്ട്. ബൂത്തിലിരിക്കാൻ പോലും കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടായിരുന്നില്ല. അത്രമാത്രം നിർജ്ജീവമായിരുന്നു കോൺഗ്രസിന്റെ സംഘടന എന്ന് തുറന്നു പറയുകയാണ് അടൂർ പ്രകാശ്, ആറ്റിങ്ങലിലെ UDF സ്ഥാനാർത്ഥി. DCC പ്രസിഡന്റിനെതിരെ KPCC നേതൃത്വത്തിനെതിരെ പോലും ആരോപണം ഉന്നയിക്കുന്നുണ്ട് അടൂർ പ്രകാശ് കൗമുദി TVക്ക് നൽകിയ ഇന്റർവ്യൂവിൽ. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. കൗമുദി TVയുടെ അസോസിയേറ്റ് എഡിറ്റർ VS രാജേഷുമായി നടത്തിയ ഇന്റർവ്യൂ ആണ്. അതിലെ പ്രധാനപ്പെട്ട സംഭാഷണങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. പക്ഷെ പല മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും പല ബൂത്തുകളിലും കോൺഗ്രസ് പ്രവർത്തകർ ഇരിക്കാൻ ആളില്ലായിരുന്നു, അല്ലെങ്കിൽ ബൂത്തിലിരിക്കാൻ പ്രവർത്തകർ ഇല്ലായിരുന്നു എന്നുള്ള വലിയ വിമർശനം വന്നിട്ടുണ്ട്. ശരിയാണോ? അത് കുറേ സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. കുറേ സ്ഥലങ്ങളിൽ അത് ഈ പാർട്ടിയുടെ പുനഃസംഘടന വന്നതോടുകൂടി എല്ലാം താറുമാറാക്കി ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതിലൂടെ കുറേ സ്ഥലങ്ങളിൽ ഇപ്പോൾ മണ്ഡലം പ്രസിഡന്റാണ്, ബ്ലോക്ക് പ്രസിഡന്റാണ്, ഇവരൊക്കെ പുതിയ ആളുകളാണ് വന്നത്. ഈ പുതിയ ആളുകൾക്ക് സത്യത്തിൽ ഇതുമായി ഒന്ന് താതാത്മ്യം പ്രാപിച്ച് ഒരു നല്ലൊരു പ്രവർത്തനം നടത്തി അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ സംഘടനാപരമായ ദൗർബല്യം, അത് ദൗർബല്യം എന്ന് തന്നെ പറയാം. ആ സംഘടനാപരമായ ദൗർബല്യം മനഃപൂർവ്വമായി വലിച്ചഴിച്ചതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഇപ്പോൾ യഥാർത്ഥത്തിൽ അത് ഉണ്ടാകാൻ പാടില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമായിരുന്നു. സംഘടനാ ദൗർബല്യം പ്രകടമായിരുന്നു, ഉറപ്പായിട്ട്. താങ്കൾ അത് സംബന്ധിച്ച് പരാതി കൊടുത്തിട്ടുണ്ടോ KPCC? അല്ല, KPCCക്ക് പരാതി ആരുടെ അടുത്താണ് കൊടുക്കുന്നത്? അല്ല, പ്രസിഡന്റ് ഉണ്ടല്ലോ. പ്രസിഡന്റ് ഉണ്ട്, പക്ഷെ പ്രസിഡന്റ് ഉണ്ടായെന്ന് പറഞ്ഞാലും പ്രസിഡന്റ് അടുത്ത് പറഞ്ഞാലും കാര്യങ്ങൾ വേണ്ട തരത്തിൽ നടന്നിട്ടില്ല. ശരിക്കും നാഥനില്ലാത്ത ഒരു അവസ്ഥയിൽ എത്തിയോ KPCC എന്ന് ഞാൻ പറയുന്നില്ല, എന്ന് ആ ഒരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. എങ്കിലും കുറെ കൂടി ശ്രദ്ധ കൊടുക്കേണ്ടിയിരുന്നു എന്ന അഭിപ്രായം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 നടക്കാൻ പോകുന്നു എന്നുള്ളത് അറിയാത്തവരല്ല പാർട്ടി നേതൃത്വത്തിലുള്ളവർ. അന്നേരം അതിന് മുന്നോടിയായിട്ട് ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചത് ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണോ? അല്ല, ബോധപൂർവമായിട്ടുള്ള ശ്രമമാണോ എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ഒരു അവധാനതയോടുകൂടി കാര്യങ്ങൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നു എങ്കിൽ തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ, ഇതിന് ശേഷമാകാം, തെരഞ്ഞെടുപ്പിന് ശേഷമാകാം എന്ന ഒരു തീരുമാനം എടുത്തിരുന്നു എങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു അവസ്ഥ കോൺഗ്രസിൽ ഉണ്ടാകുമായിരുന്നു. DCC പ്രസിഡന്റ് ശ്രീ പാലോട് രവിക്കെതിരെ താങ്കൾ പരാതിപ്പെട്ടു എന്നുള്ള വാർത്തയുണ്ട്, ശരിയാണോ? അല്ല, പലപ്പോഴും പലതും കാണുമ്പോൾ അഭിപ്രായങ്ങൾ തുറന്നു പറയാറുണ്ട്. ആ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നത് ഒരു പരാതിപ്പെട്ടു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷെ അഭിപ്രായങ്ങൾ പറയണ്ടേ? ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും പറയേണ്ട ഇടത്തല്ലേ പറയേണ്ടത്, പറയേണ്ട സ്ഥാനത്ത് പറയണം. അതല്ലാതെ മൈതാനത്ത് പോയി പ്രസംഗിക്കാൻ പോയിട്ട് കാര്യമില്ല. നമ്മൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ചുമതലയോടുകൂടി പോകുന്ന അവസരത്തിൽ എവിടെയെങ്കിലും ഒരു പാളിച്ച ഉണ്ടായാൽ ആ പാളിച്ച പാർട്ടിയെ ബാധിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറയാനുള്ള വേദികളിൽ പറയുക. അതാണ് ചെയ്തിട്ടുള്ളത്. ചെയ്തിട്ടുണ്ട്, ഒരു സംശയമില്ല. അത് രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്.
പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ തിരുവനന്തപുരത്താണെങ്കിലും ആറ്റിങ്ങലാണെങ്കിലും BJPയുടെ 2 കേന്ദ്രമന്ത്രിമാരാണ് മത്സരിച്ചത്. ഇപ്പം പൊതുവെ തന്നെ തിരുവനന്തപുരത്ത് പ്രകടമായിട്ട് തന്നെ പല കോൺഗ്രസ് നേതാക്കളെയും BJPക്കാർ സ്വാധീനിച്ചു എന്നുള്ള ഒരു ആക്ഷേപം വന്നു. ആറ്റിങ്ങലിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇല്ല. ഒപ്പം നിന്ന് പാലം വലിച്ചവരില്ല. ഒപ്പം നിന്ന് പാലം വലിച്ചവര് അങ്ങനെ പൂർണ്ണമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കൂടെ നിന്നവരൊക്കെ എൻ്റെ കൂടെ തന്നെ നിന്നു. പക്ഷേ പാർട്ടി പ്രവർത്തകരുടെ ആവേശം, അതായിരുന്നല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിലും എനിക്ക് വിജയിക്കാനൊരു അവസരം ഉണ്ടായത്. സത്യത്തിൽ ഞാൻ വിജയിക്കുമെന്ന് കരുതിയല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2019 തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിലേക്ക് ഞാൻ വന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അവിടെ CPMൻ്റെ 29 വർഷക്കാലമായി അവർ തുടർച്ചയായി വിജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇടമാണ്. അപ്പം അവിടെ ആ തരത്തിലുള്ളൊരു വിജയം കൈവരിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയല്ല ഞാൻ വന്നത്. പക്ഷേ എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായത് എപ്പോഴെന്ന് ചോദിച്ചാൽ, ഒരു ഘട്ടം കഴിഞ്ഞ് എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞ് 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ പാർട്ടി പ്രവർത്തകരുടെ ഒരു ആവേശം, അവർ കാണിച്ച ആത്മാർത്ഥത, അവരുടെ സത്യസന്ധത, അതാണ് സത്യത്തിൽ വിജയം കൈവരിക്കാൻ അവസരം ഒരുക്കിയ പാർട്ടി പ്രവർത്തകർ തന്നെയാണ്. അവർ ഇന്ന് പാലം വലിച്ചു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ അന്ന് കണ്ട ആ ആവേശം ഇന്ന് കണ്ടില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, സംഘടനാപരമായ ദൗർബല്യം മൂലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവിടെ മാത്രമല്ല. ഇപ്പം ഞാൻ ആറ്റിങ്ങലിലെ കാര്യം പറയുന്നതോടൊപ്പം തന്നെ കേരളത്തിലുടനീളം ഇതുണ്ടായിട്ടുണ്ട്. കേരളത്തിലുടനീളം ഉള്ള നിയോജകമണ്ഡലം എടുത്ത് പരിശോധിച്ചാൽ അവിടെയൊക്കെ ഈ ദൗർബല്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതാത് ഇടങ്ങളിൽ വന്ന സ്ഥാനാർത്ഥികളുടെ ഒരു പ്രവർത്തനവും അവരുടെ നിശ്ചയദാർഢ്യവുമാണ് യഥാർത്ഥത്തിൽ ഇന്ന് പാർട്ടി എല്ലാ സീറ്റുകളിലും വിജയം കൈവരിക്കാനുള്ള അവസരം ഒരുക്കും എന്ന് ആത്മസംതൃപ്തിയോടുകൂടി പറയുന്നു. ഇതാണ് അടൂർ പ്രകാശിൻ്റെ വാക്കുകൾ. അടൂർ പ്രകാശ് പറയുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഘടനാപരമായ ദൗർബല്യമുണ്ടായിരുന്നു. അത് തീർച്ചയായും എൻ്റെ മണ്ഡലത്തിലും ആറ്റിങ്ങൽ മണ്ഡലത്തിലും പ്രകടമായിരുന്നു. പ്രവർത്തകരുടെ ആവേശം കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ പ്രവർത്തകർക്ക് നല്ല ആവേശമായിരുന്നു. ആ ആവേശം ഇന്ന് കാണാനില്ല. പ്രവർത്തകർ നിഷ്ക്രിയരായിരുന്നു. ബൂത്തിലിരിക്കാൻ പോലും ആളെ കിട്ടിയില്ല. പല CPM നേതാക്കളും എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ബൂത്തിൽ ആരെയും കാണുന്നില്ലല്ലോ എന്ന്. ഞങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങളെവിടെ പോയി എന്നാണ് ചില ആളുകൾ എന്നോട് ചോദിച്ചത് എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. എനിക്ക് വോട്ട് ചെയ്യുന്ന, എനിക്ക് ബന്ധമുള്ള CPM പ്രവർത്തകരും നേതാക്കളുമുണ്ട്. അവർ പോലും ആശ്ചര്യത്തോടു കൂടി എൻ്റെ മുഖത്ത് നോക്കുകയും എന്നോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞു വെക്കുന്നു അടൂർ പ്രകാശ്. അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റ് പാലോട് രവി കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ല എന്ന് പല ഘട്ടത്തിലും അത് പരസ്യമായി പറയേണ്ടി വന്നിട്ടുണ്ട്. അതൊന്നും ഒരു രഹസ്യമല്ല. DCC പ്രസിഡന്റിനെതിരെ KPCCക്ക് പരാതി നൽകിയോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ആർക്കാണ് പരാതി നൽകേണ്ടത് എന്ന മറുചോദ്യമാണ് അടൂർ പ്രകാശ് ഉയർത്തിയത്. അപ്പോൾ VS രാജേഷ് ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അനാഥനില്ലാതെ ആയോ KPCC എന്ന് പറയേണ്ടി വരില്ലേ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പറയുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നില്ല എങ്കിലും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചോദ്യത്തിന് മറുപടി പറയുന്നത്. ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല, അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടും കാര്യമില്ലാത്ത അവസ്ഥയാണ്. അത്രമാത്രം ഓർഗനൈസേഷൻ, സംഘടന ദുർബലമായിരുന്നു എന്ന് പറയുന്നു അടൂർ പ്രകാശ്. ചുരുക്കത്തിൽ ഈ മണ്ഡലത്തിൽ ജയിക്കുമോ എന്ന് ചോദിച്ചാൽ ജയിക്കും എന്ന് പറയും അടൂർ പ്രകാശ്. നിരവധി തവണ VS രാജേഷ് ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്, ജയിക്കാൻ കഴിയുമോ എന്ന്. CPIM ജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ. അതുകൊണ്ട് തന്നെ ജയിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് സംശയം? ജയിക്കും, ഞാൻ ജയിക്കും എന്ന് ഉറപ്പിച്ച് ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട്. എങ്കിലും ജയിക്കില്ല എന്ന് ആ ഇൻ്റർവ്യൂ മുഴുവൻ കേട്ടാൽ ആർക്കും മനസ്സിലാകും. കാരണം ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട് അടൂർ പ്രകാശ്. ജയിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട്. കാരണം പ്രവർത്തകർ ഉണ്ടായിരുന്നില്ല, ആവശ്യത്തിന് പണം ലഭ്യമായിരുന്നില്ല, അതോടൊപ്പം തന്നെ പഴയ ആവേശമില്ല, പല ബൂത്തുകളിലും ഇരിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറായില്ല. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും, അവിടെ എന്ന് വെച്ചാൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശ് ജയിക്കില്ല, അദ്ദേഹം തോൽവി സമ്മതിച്ചിരിക്കുന്നു എന്ന്. തൃശ്ശൂരാണ് ആദ്യം തോൽവി സമ്മതിച്ചത് K മുരളീധരൻ, അതിനുശേഷം തോൽവി സമ്മതിച്ചത് MK രാഘവനാണ് കോഴിക്കോട്, അതിനുശേഷം തോൽവി സമ്മതിച്ചത് രാജ്മോഹൻ ഉണ്ണിത്താനാണ് കാസർഗോഡ്. ഇപ്പോഴിതാ ആറ്റിങ്ങൽ മണ്ഡലത്തിലും തോൽവി സമ്മതിച്ചിരിക്കുന്നു അടൂർ പ്രകാശ് എന്ന വാർത്തകളാണ്, അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും CPIM സ്ഥാനാർത്ഥി വി ജോയ് വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏത് രാഷ്ട്രീയ നിരീക്ഷകരോട് ചോദിച്ചാലും എല്ലാവരും ഉറപ്പിച്ചു പറയും, കോൺഗ്രസ് നിർജീവമായിരുന്നു, കോൺഗ്രസ് പ്രവർത്തനമേ ഉണ്ടായിരുന്നില്ല,
വി ജോയിയുടെ പ്രവർത്തനം മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. വലിയ ആവേശത്തോടു കൂടിയാണ് വി ജോയിയെ ആ പ്രദേശത്തെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ജനങ്ങൾ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഏറ്റവും എളുപ്പത്തിൽ ഇടതുമുന്നണിക്ക് LDFന് ജയിക്കാൻ കഴിയുന്ന സീറ്റാണ് ആറ്റിങ്ങൽ എന്ന് ഉറപ്പിച്ചു പറയും എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും. അതുകൊണ്ട് തന്നെ ആറ്റിങ്ങൽ ഇത്തവണ LDF ജയിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. എല്ലാ സർവേകളിലും അക്കാര്യം ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെയാണ് ഈ സംഘടനാപരമായ ദൗർബല്യവും കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് DCC പ്രസിഡന്റിനെതിരെ KPCC നേതൃത്വത്തിനെതിരെ ഗുരുതരമായ ആരോപണവുമായി അടൂർ പ്രകാശ് രംഗത്ത് വരുന്നത് എന്നോർക്കണം. അദ്ദേഹത്തിൻ്റെ ആരോപണം ആ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകരോടല്ല, എന്നോടൊപ്പമുള്ളവർ എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ പഴയ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടന്നിരുന്നില്ല, സംഘടനാ പ്രവർത്തനം നിർജ്ജീവമായിരുന്നു. കാരണം ഈ ഇലക്ഷന് മുമ്പ് വളരെ ധൃതി പിടിച്ച് പുനഃസംഘടന നടത്തിയത് ഒരു വിഭാഗം പ്രവർത്തകരെ നിർജ്ജീവമാക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. അത് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് മതിയായിരുന്നു, ഒന്ന് നീട്ടിവെക്കാമായിരുന്നു, അത് ചെയ്തില്ല. ആ ദൗർബല്യം ഈ മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 20 മണ്ഡലങ്ങളിലും പ്രകടമായിരുന്നു എന്നാണ് പറയുന്നത് അടൂർ പ്രകാശ്. എന്ന് വെച്ചാൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസ് വളരെ വളരെ ദുർബലമായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ജയിക്കുക എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട് VS രാജേഷ് അടൂർ പ്രകാശിനോട്. അപ്പോൾ പറയുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയുമുള്ള ഒരു പൊതുവികാരമുണ്ട്. അതോടൊപ്പം തന്നെ സിറ്റിംഗ് MP എന്ന നിലയിൽ ആ മണ്ഡലത്തിൽ സുപരിചിതരാണ് സ്ഥാനാർത്ഥികൾ. ഈ 2 മികവ് കൊണ്ട് മാത്രമായിരിക്കും ജയിച്ചു വരിക. അതുകൊണ്ട് തന്നെയാണ് ജയിച്ചു വരും എന്ന് ആത്മസംതൃപ്തിയോടുകൂടി KPCC നേതൃത്വം പറയുന്നത് എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. ഏതായാലും നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഏതൊക്കെ മണ്ഡലങ്ങൾ തോൽക്കും തോൽക്കില്ല എന്നത് മാറ്റി നിർത്താം. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഒരു സംശയവും വേണ്ട, തോൽക്കും എന്ന് പറയാതെ പറയുകയാണ് ഈ ഇന്റർവ്യൂവിൽ അടൂർ പ്രകാശ് എന്ന് പറയേണ്ടി വരും.